ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗിഫ്റ്റ് ഐഡിയയുമായിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ വീഡിയോ വേണം, ഇനി എങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഇൻഷാ അല്ലാ ഇനിയുള്ള വീഡിയോ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സജഷൻ എന്തായാലും അറിയിക്കണം കേട്ടോ. ഈ ഒരു ഗിഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഫാനിൻ്റെ കൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയെന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്ലവേഴ്സൊക്കെ ആർട്ടിഫിഷ്യലാണ്, ജിപ്സ് ഒറിജിനൽ ആണ്, ബാക്കിയൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം, പിന്നെ അതുപോലെ ചെറിയ റേറ്റിൽ ഈ ചോക്ലേറ്റിൻ്റെ റേറ്റ് മാത്രമാണ് കാര്യമായിട്ട് വരുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനും അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ചെറിയൊരു റേറ്റിൽ എങ്ങനെ ഒരു അടിപൊളി ഗിഫ്റ്റ് തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഫാനിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു കാർഡ്ബോർഡ് ബോക്സ്. നമുക്കില്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് ജസ്റ്റ് ഒന്ന് മുറിച്ച് നമുക്കിങ്ങനെ ഒരു സർക്കിളാക്കിയിട്ട് എടുക്കാനും പറ്റും. പക്ഷേ ഇങ്ങനെ നമുക്ക് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത ഇതൊക്കെ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളത് കൂടിയാണ് ഇതിലൂടെ കാണിക്കുന്നത്. നമ്മൾ അല്ലെങ്കിൽ ഇതൊക്കെ കളയുകയാണല്ലോ പതിവ്. അപ്പോൾ ഇതിനെ കൊണ്ടും നമുക്ക് ഏതിനെ കൊണ്ടും നല്ല അടിപൊളി ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ അതൊക്കെ ഒരു അടിപൊളി ഗിഫ്റ്റ് ഐറ്റംസായി മാറുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ബ്ലാക്ക് ചാർട്ട് കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അധിക ഗിഫ്റ്റ് ഐറ്റംസും ബ്ലാക്ക് ചാർട്ട് കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്താ വെച്ചാൽ ആ ഒരു ബ്ലാക്ക് ചാർട്ട് കൊണ്ടുള്ള ഒരു അട്രാക്ഷൻ ബാക്കി ചാർട്ട് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പിന്നെയും ബ്ലാക്ക് ചാർട്ടിലേക്ക് തന്നെ പോകുന്നത്. ഇൻഷാ അല്ലാ ഇനി നമുക്ക് വേറെ കളർ ചാർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനിയുള്ള ഗിഫ്റ്റിലൊക്കെ അങ്ങനെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലൂ കണ്ടില്ലേ, ഈ ഒരു ഗ്ലൂ ആരും എന്തായാലും വാങ്ങരുത് കേട്ടോ. തീരെ നമുക്കൊരു യൂസ് ഇല്ലാത്തൊരു ഗ്ലൂ ആണ്, തീരെ ഒട്ടുന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇതിൽ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഫെവിക്കോള് തന്നെ വാങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. പിന്നെ വേറെ സെല്ലോ ടാപ്പ് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇത് ഒട്ടാത്തത് കൊണ്ട് മാത്രമാണ് ജസ്റ്റ് സെല്ലോ ടാപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. ഉള്ള ഗ്ലൂ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് നിയറസ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അത് തീരെ ഒട്ടുന്നില്ല, ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് സെല്ലോ ടാപ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ Q&A പാർട്ട് 2 എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കണ്ടില്ല, എന്നാലും അത്യാവശ്യം ചോദിച്ചവരെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇപ്പോഴും ഇൻസ്റ്റയിൽ റേറ്റിങ്ങിന് ഇടാമെന്ന് ചോദിച്ച് പിന്നെയും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷവും മെസ്സേജ് വരുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഇനി ഇതിൽ കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഏകദേശമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കി ക്രാഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ചെയ്ത പിക്ക് ഇട്ടിട്ട് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് പ്ലീസ് ഇനി ദയവ് ചെയ്ത് അങ്ങനെ ചോദിക്കരുത്. നമുക്ക് കാര്യം പറഞ്ഞല്ലോ, എല്ലാ കാര്യവും പാർട്ട് 2 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേറെ എന്ത് ഡൗട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിന് താഴെയോ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ. പക്ഷേ റേറ്റിനെ കുറിച്ചിട്ട് അങ്ങനെ ചോദിക്കരുത്. പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് അതിൻ്റെ താഴെ ചോദിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും റേറ്റിൻ്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എല്ലാ വീഡിയോൻ്റെ താഴെ അങ്ങനെയാണ് വരുന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് ചോദിക്കാൻ ശ്രദ്ധിക്കുക. റേറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് Q&A പാർട്ട് 2 കണ്ട് മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ താഴെ ഇനിയൊരു കാർഡ്ബോർഡ് പീസ് റൗണ്ടിൽ വെട്ടിയെടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ബ്ലാക്ക് ചാർട്ട് ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഒന്ന് അത് സെറ്റ് ചെയ്ത് അതിനുശേഷം അവസാനം ഒന്ന് ചാർട്ട് ഒട്ടിച്ചടിക്കാൻ വേണ്ടത്. ഇവിടെ ഫസ്റ്റ് തന്നെ ബ്ലാക്ക് ചാർട്ട് ഒട്ടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ കാണുന്നത് പോലെ നമുക്ക് കുറച്ച് പേപ്പേഴ്സും ഒക്കെ ആയിട്ട് ഒന്ന് ഒരു ഹൈറ്റ് വരുത്തി അതിൻ്റെ മീതെ തെർമോക്കോൾ വെച്ച് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
പിന്നെ നിങ്ങൾക്ക് എത്ര ചോക്ലേറ്റ്സ് ആണോ വേണ്ടത്, ഏതൊക്കെ ചോക്ലേറ്റ്സ് ആണോ വേണ്ടതെന്നൊക്കെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്റ്റിക്കിലാക്കി കൊടുക്കുക. അപ്പോൾ സ്റ്റിക്കിലൊട്ടിക്കും നിങ്ങൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് തന്നെ ഒന്ന് ഒട്ടിച്ചിട്ട് അതിൻ്റെ മീതെ സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഒന്ന് സ്ട്രോങ് ആയി നിൽക്കൂ. ഇപ്പോൾ ഇവിടെ ഗ്ലൂ ഗണ്ണൊക്കെ എടുക്കാനുള്ള മടി കൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒട്ടിച്ചിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് സെല്ലോ ടാപ്പ് കൂടി വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ എന്തായാലും കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. അതിന് 30 റുപ്പീസാണ് ഒരു പീസിന് വരുന്നുള്ളത്. ഞാൻ Q&A പാർട്ട് 2 കാണിച്ചിട്ടുണ്ടല്ലോ, ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. നല്ല അടിപൊളി ഫ്ലവറാണ്. അപ്പോൾ നമുക്ക് ഒറിജിനൽ ഫ്ലവർ കിട്ടിയിട്ടില്ലെങ്കിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്തായാലും പ്രശ്നം ഉണ്ടാവും, എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പിന്നെ ഇതിലെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ പുറത്ത് മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നത് കൊണ്ട് ആ ഒരു ഡിസ്റ്റർബൻസും കൂടി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം എല്ലാവരും ഒന്ന് ക്ഷമിക്കും കേട്ടോ. അപ്പോൾ ജിപ്സോ ഒറിജിനലാണ്, ബാക്കിയൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഗിഫ്റ്റ് ഐഡിയ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അത്രയും ചെറിയ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ഐഡിയാസിൽപ്പെട്ടതാണ് ഇത്. പിന്നെ ഇതിനു മുമ്പൊരു ബാസ്ക്കറ്റ് ഗിഫ്റ്റ് ഐഡിയാസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് സമയമോ അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ടിൻ്റെ അങ്ങനെയൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളെ കമൻറ്റ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.